CBI അന്വേഷണം ആവശ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയെ കണ്ട അന്ന് തന്നെ അന്വേഷണം CBIക്ക് വിട്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കി. ഈ മാസം 9-നാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ മാസം 16-ന് ആഭ്യന്തര സെക്രട്ടറി ഉത്തരവ് കേന്ദ്ര സർക്കാരിന് അയച്ചു. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, അന്ന് തന്നെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് മുഖ്യമന്ത്രി അതിന് സമ്മതം അറിയിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്നും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് CBI അന്വേഷണത്തിന് താമസം എന്തുകൊണ്ട്? പിതാവ് ഗവർണറെ കാണുന്നു, നിലവിലെ അന്വേഷണത്തിൽ ആശങ്ക അറിയിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി VC രാജിവെക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? CBI ഇതിലൊരു മറുപടി നൽകിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, അങ്ങനെ തന്നെയാണ്. CBI ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് രേഖകൾ മാത്രം പരിശോധിച്ചാൽ, കാരണം ഈ വിജ്ഞാപനത്തിൻ്റെ പകർപ്പാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ CBIക്ക് നൽകിയ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൻ്റെ പകർപ്പുമാണ്. ഈ രണ്ട് പകർപ്പുകൾ മാത്രം വെച്ച് നോക്കുമ്പോൾ, അതായത് 9-ാം തീയതി മുഖ്യമന്ത്രിയെ സിദ്ധാർത്ഥിൻ്റെ പിതാവ് കാണുന്നു, മാതാവിൻ്റെ അപേക്ഷയുമായാണ് കാണുന്നത്. ആ കണ്ട ദിവസം തന്നെ 9/3/2024 തന്നെ വിജ്ഞാപനം ഇറക്കുന്നു. വിജ്ഞാപനം ഇറക്കിയതിൻ്റെ നമ്പർ കൂടി ഇതിലുണ്ട്. ഇതിൽ GOMS മിനിസ്ട്രി അതിൽ ഇറക്കിയിരിക്കുന്നത് 70-20-24 എന്ന നമ്പറാണ്. അത് കൃത്യമായി പറയുന്നു, ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ഈ വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 77-20-24 ക്രൈം നമ്പർ കേസ് ഈ വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് CBIക്ക് കൈമാറുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിലുള്ള നടപടിക്രമം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം CBIക്ക് കേസ് കൈമാറുകയല്ലാതെ നേരിട്ട് സംസ്ഥാന സർക്കാർ കൈമാറുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ സർക്കാരിൻ്റെ വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് അതിൻ്റെ പകർപ്പ് കേന്ദ്രത്തിന് അയക്കണം, CBIക്ക് അയക്കണം. ആ തരത്തിൽ അയച്ച കത്ത് തന്നെ 16-ാം തീയതി അയച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, 9-ാം തീയതി തന്നെ ഈ വിജ്ഞാപനത്തിന് വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് ഈ രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് ഈ രാഷ്ട്രീയ ആരോപണങ്ങളെ എല്ലാം തന്നെ കൃത്യമായി ഈ രേഖകൾ ഗണ്ണിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അനുജ, സിദ്ധാർത്ഥന്റെ മരണത്തിലാണ് CBI അന്വേഷണത്തിന് സർക്കാർ അപ്പോൾ തന്നെ സമ്മതമറിയിക്കുകയും അതിനുള്ള ഉത്തരവ് പുറത്തിറക്കുകയും പിന്നീട് അത് കേന്ദ്രത്തിന് അയക്കുകയും ചെയ്തു. എന്നാൽ CBIയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഇനിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഉത്തരവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.